ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സംഘകാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സംഘകാലം ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പുരാതന കാലഘട്ടമാണ് സംഘകാലം. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പുരാതന കാലഘട്ടമാണ് സംഘകാലം. ഈ കാലഘട്ടത്തിൽ തമിഴ്നാടും കേരളവും ഒന്നായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ സംഘകാലത്തെക്കുറിച്ചുള്ള പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സംഘകാലഘട്ടത്തിലുള്ള പിക്ചർ. ഇനി പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം എന്നറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം എന്നറിയപ്പെടുന്നത്. സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം കോളേജ് അല്ലെങ്കിൽ അസംബ്ലി എന്നാണ്. സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം കോളേജ് അല്ലെങ്കിൽ അസംബ്ലി എന്നാണ്. സംഘകാലത്തെ പ്രധാന ഭാഷ തമിഴാണ്. സംഘകാലത്തെ പ്രധാന ഭാഷ തമിഴ്. ആരാധനമൂർത്തിയാണ് മുരുകൻ. സംഘകാലത്തെ പ്രധാന ആരാധനമൂർത്തിയാണ് മുരുകൻ. ഇനി AD 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടാണ് സംഘകാലഘട്ടം. AD 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടാണ് സംഘകാലഘട്ടം. പ്രധാന യുദ്ധദേവതയാണ് കൊറ്റവൈ. സംഘകാലത്തെ പ്രധാന രാജവംശങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ വംശങ്ങൾ. സംഘകാലത്തെ പ്രധാന രാജവംശങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ വംശങ്ങൾ. ഇനി പ്രധാന കവയത്രി ഔവ്വയ്യാർ. സംഘകാലത്തെ പ്രധാന കവയത്രിയാണ് ഔവ്വയ്യാർ. സംഘകാലത്തിൽ ഗ്രാമങ്ങൾ അറിയപ്പെട്ടത് മണ്ഡ്രം എന്ന പേരിലാണ്. സംഘകാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ അറിയപ്പെട്ടത് മണ്ഡ്രം എന്ന പേരിലാണ്. പ്രാദേശിക രാജാക്കന്മാർ അറിയപ്പെട്ടത് കുറുനില മന്നൻ എന്ന പേരിലാണ്. രാജ്ഞി അറിയപ്പെട്ടത് പെരുന്തേവി. ഇനി സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്ന 3 ശക്തികളാണ് ആയി രാജാക്കന്മാർ, ഏഴിമല രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ. സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്ന 3 ശക്തികളാണ് ആയി രാജാക്കന്മാർ, ഏഴിമല രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ. സംഘകാലത്ത് കേരളത്തിലെ ഭൂപ്രദേശമാണ് ഇനി നോക്കാൻ പോകുന്നത്. നോക്കാം. സംഘകാലത്തിലെ കേരളത്തിലെ ഭൂപ്രദേശം: വേണാട്, കുട്ടനാട്, കൂടനാട്, പൂഴിനാട്, കാർക്കനാട്. ഒന്നുകൂടെ പറയാം: വേണാട്, കുട്ടനാട്, കൂടനാട്, പൂഴിനാട്, കാർക്കനാട്. വേണാട് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഏതാനും ഭാഗങ്ങളും ചേർന്നതായിരുന്നു വേണാട്. ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഏതാനും ഭാഗങ്ങളും ചേർന്നതായിരുന്നു വേണാട്. കുട്ടനാട് വേണാടിൻ്റെ വടക്ക് ഇന്നത്തെ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളും കൊല്ലം ജില്ലയുടെ ചില പ്രദേശങ്ങൾ അടങ്ങിയ ഭാഗമാണ് കുട്ടനാട്. വേണാടിൻ്റെ വടക്ക് ഇന്നത്തെ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളും കൊല്ലം ജില്ലയുടെ ചില പ്രദേശങ്ങൾ അടങ്ങിയ ഭാഗമാണ് കുട്ടനാട്. ഇനി കൂടനാട് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളും കോഴിക്കോടിൻ്റെ ഒരു ഭാഗവും ചേർന്നതാണ് കൂടനാട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളും കോഴിക്കോടിൻ്റെ ഒരു ഭാഗവും ചേർന്നതാണ് കൂടനാട്. പൂഴിനാട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ചേർന്നതാണ് പൂഴിനാട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ചേർന്നതാണ് പൂഴിനാട്. ഇനി കാർക്കനാട് വയനാട്, ഗൂഡല്ലൂർ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങൾ ചേർന്നതാണ് കാർക്കനാട്. കാർക്കനാട്. ഇനി
സംഘകാലത്തെ പ്രധാന തുറമുഖം മുസരീസ്. സംഘകാലത്തെ പ്രധാന തുറമുഖമാണ് മുസരീസ്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ. പ്രാചീന തമിഴകത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നുമാണ്. പ്രാചീന തമിഴകത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നുമാണ്. ഇനി സംഘകാലത്തിലെ നിലനിന്നിരുന്ന നാണയങ്ങളാണ് ദിനാരം, കാണം. സംഘകാലത്തിലെ നിലനിന്നിരുന്ന നാണയങ്ങളാണ് ദിനാരം, കാണം. സംഘകാലത്തെ പ്രധാന രാജവംശങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ വംശങ്ങൾ. സംഘകാലഘട്ടത്തിൽ പിരിച്ചിരുന്ന യുദ്ധനികുതിയാണ് ഇരൈ. സംഘകാലഘട്ടത്തിൽ പിരിച്ചിരുന്ന യുദ്ധനികുതിയാണ് ഇരൈ. തമിഴ് സാഹിത്യം പരിപോഷിപ്പിച്ച ജൈന സന്യാസിയാണ് അമൃത് സാഗർ. തമിഴ് സാഹിത്യം പരിപോഷിപ്പിച്ച ജൈന സന്യാസിയാണ് അമൃത് സാഗർ. സംഘകാലഘട്ടത്തിൽ റോമിലേക്ക് വ്യാപകമായി കയറ്റി അയച്ചിരുന്ന പക്ഷി മയിൽ ആയിരുന്നു. സംഘകാലഘട്ടത്തിൽ റോമിലേക്ക് വ്യാപകമായി കയറ്റി അയച്ചിരുന്ന പക്ഷി മയിൽ ആയിരുന്നു. ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചിരുന്ന ഈ സംസ്കാരം തമിഴകം എന്ന് അറിയപ്പെട്ടു. ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചിരുന്ന ഈ സംസ്കാരം തമിഴകം എന്ന പേരിൽ അറിയപ്പെട്ടു. സംഘകാലത്ത് തമിഴകത്ത് മൂവേന്തന്മാരുടെ ഭരണകാലമായിരുന്നു. ചേര, ചോള, പാണ്ഡ്യർ ഇവരെ മൂവേന്തർ എന്ന് വിളിച്ചിരുന്നു. ചേര, ചോള, പാണ്ഡ്യരെയാണ് മൂവേന്തർ എന്ന് വിളിച്ചിരുന്നത്. സംഘകാലഘട്ടത്തെ പ്രധാനമായും മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. ഒന്നാം സംഘം, രണ്ടാം സംഘം, മൂന്നാം സംഘം. ഒന്നാം സംഘം നടന്നത് സ്ഥലം മധുര. അധ്യക്ഷൻ അഗസ്ത്യമുനി. ഒന്നാം സംഘത്തിൻ്റെ അധ്യക്ഷൻ അഗസ്ത്യമുനിയാണ്. സ്ഥലം മധുര. രണ്ടാം സംഘം നടന്നത് സ്ഥലം കപാട്ടപുരം. കപാട്ടപുരത്ത് വെച്ചാണ് രണ്ടാം സംഘം നടന്നത്. അധ്യക്ഷൻ തോൽക്കാപ്പിയർ. അധ്യക്ഷൻ തോൽക്കാപ്പിയർ. മൂന്നാം സംഘം നടന്നത് മധുരയിലാണ്. മൂന്നാം സംഘം നടന്നത് മധുരയിലാണ്. അധ്യക്ഷൻ നക്കീരനാണ്. അധ്യക്ഷൻ നക്കീരൻ. സംഘകാലത്തെ പ്രോത്സാഹിപ്പിച്ച രാജവംശമാണ് പാണ്ഡ്യരാജവംശം. സംഘകാലത്തെ പ്രോത്സാഹിപ്പിച്ച രാജവംശമാണ് പാണ്ഡ്യരാജവംശം. ഇനി പ്രധാന സംഘകാല കൃതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രധാന സംഘകാല കൃതികൾ. തോൽക്കാപ്പിയം. തോൽക്കാപ്പിയം രചിച്ചത് തോൽക്കാപ്പിയർ. തമിഴ് വ്യാകരണ കൃതിയാണ് തോൽക്കാപ്പിയം. തമിഴ് വ്യാകരണ കൃതിയാണ് തോൽക്കാപ്പിയം. അത് രചിച്ചത് തോൽക്കാപ്പിയർ. തിരുക്കുറൽ എന്ന കൃതി രചിച്ചത് തിരുവള്ളൂർ. തിരുവള്ളൂർ ആണ് തിരുക്കുറൽ എന്ന കൃതി രചിച്ചത്. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ. ചിലപ്പതികാരം, ഇളങ്കോവടികൾ. ചിലപ്പതികാരം, ഇളങ്കോവടികളാണ് രചിച്ചത്. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചിലപ്പതികാരം. മണിമേഖല, സാത്തനാർ. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതിയാണ് മണിമേഖല. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതിയാണ് മണിമേഖല. മണിമേഖല രചിച്ചത് സാത്തനാർ. അകനാനൂറ് രുദ്രശർമ്മനാണ് രചിച്ചത്. അകനാനൂറ് രചിച്ചത് രുദ്രശർമ്മനാണ്. രാജാവിൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി എന്ന കൃതി രചിച്ചത് മാങ്കുടി മരുതനാർ. ഓണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് മധുരൈ കാഞ്ചി. ഓണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ച വ്യക്തിയുടെ പേര് മാങ്കുടി മരുതനാർ. ജീവക ചിന്താമണി, തിരുത്തകത്തേവർ. ജീവക ചിന്താമണി രചിച്ചത് തിരുത്തകത്തേവറാണ്. കേരള റോമ വ്യാപാര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ജീവക ചിന്താമണി. പതുറ്റുപത്ത്, കപിലൻ. പതുറ്റുപത്ത് കപിലനാണ് എഴുതിയത്. കുണ്ടലകേശി. കുണ്ടലകേശി എന്ന സംഘകാല കൃതി എഴുതിയത് നാഗകുത്തനാർ. നാഗകുത്തനാറാണ് കുണ്ടലകേശി എഴുതിയത്. പെരിയ പുരാണം രചിച്ചത് ഷെക്കിലാർ. പെരിയ പുരാണം രചിച്ചത് ഷെക്കിലാർ ആണ്. ഇനി തിണകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രധാനമായും 5 തിണകളാണുള്ളത്. ഒന്നാമത്തെ തിണ കുറിഞ്ചി, പർവ്വത പ്രദേശം. കാനവർ, വേടർ, അവിടുത്തെ നിവാസികളാണ് കാനവർ, വേടർ. അവരുടെ പ്രധാന ജോലി നായാട്ടാണ്. നായാട്ട്.
ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മുരുകൻ അഥവാ ചേയോൻ. മുരുകൻ അഥവാ ചേയോനാണ് അവരുടെ പ്രധാന ആരാധനാമൂർത്തി. അവിടെ നിവാസികൾ അറിയപ്പെടുന്നത് കാനവർ, വേടർ. പാലൈ, വരണ്ട പ്രദേശം. അവിടുത്തെ നിവാസികൾ അറിയപ്പെട്ടിരുന്നത് മറവർ കള്ളർ. മറവർ കള്ളറാണ്. അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കൊറ്റവൈ ആണ്. അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കൊറ്റവൈ ആണ്. മുല്ലൈ, പുൽമേടുകൾ. ഇടയർ, ആയർ ആണ് അവിടുത്തെ നിവാസികൾ. പുൽമേടുകളിലെ നിവാസികളാണ് ഇടയർ, ആയർ. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മായോനാണ്. മായോൻ അഥവാ കൃഷ്ണൻ. ഇനി മരുതം, കൃഷിഭൂമി. അവരുടെ പ്രദേശം കൃഷിഭൂമിയാണ്. ഉഴവർ, തൊഴുവർ ആയിരുന്നു അവിടുത്തെ നിവാസികൾ. ഉഴവർ, തൊഴുവർ. അവരുടെ ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് വേന്തനാണ്. വേന്തൻ അഥവാ ഇന്ദ്രനായിരുന്നു അവരുടെ ആരാധനാമൂർത്തി. ഇനി നെയ്തൽ, തീരപ്രദേശം. പരതവർ, ഉപ്പവർ, മീനവർ, വലയവർ ഇവരാണ് അവിടുത്തെ നിവാസികൾ. നെയ്തലിലെ നിവാസികളാണ് പരതവർ, ഉപ്പവർ, മീനവർ, വലയർ. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അവരുടെ പ്രധാന ആരാധനാമൂർത്തി കാനോൻ അഥവാ വരുണൻ. കാനോൻ അഥവാ വരുണനാണ് അവരുടെ പ്രധാന ആരാധനാമൂർത്തി. അവരുടെ ജോലി എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അവിടുത്തെ നിവാസികൾ അറിയപ്പെടുന്നത് ഭരതവർ, ഉപ്പവർ, മീനവർ, വലയർ എന്ന പേരിലാണ്. ഇനി സംഘകാലത്ത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ പൊതുവെ 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വൻ ഭൂ ഉടമകൾ വെള്ളാളർ എന്നും, ചെറുകിട കൃഷിക്കാർ ഉഴവർ എന്നും, ഭൂരഹിതരായ തൊഴിലാളികൾ കടശിയാർ എന്നും അറിയപ്പെട്ടിരുന്നു. സംഘകാലത്ത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ പൊതുവെ 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വൻ ഭൂ ഉടമകൾ വെള്ളാളർ എന്നും, ചെറുകിട കൃഷിക്കാർ ഉഴവർ എന്നും, ഭൂരഹിതരായ തൊഴിലാളികൾ കടശിയാർ എന്നും അറിയപ്പെട്ടിരുന്നു. കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് കൃതിയാണ് ചിലപ്പതികാരം. കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് കൃതിയാണ് ചിലപ്പതികാരം. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിൽ വർണ്ണിക്കുന്ന ചേര രാജാവാണ് ചേര ചെങ്കുട്ടവൻ. ചിലപ്പതികാരത്തിൽ വർണ്ണിക്കുന്ന ചേര രാജാവ് ചേര ചെങ്കുട്ടവൻ. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ഇനി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈക്കാഞ്ചി. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈക്കാഞ്ചി. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപ്പത്ത്. പതിറ്റുപ്പത്ത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ്. സംഘകാല കൃതിയിൽ ഏറ്റവും പഴയ കൃതിയാണ് തോൽക്കാപ്പിയം. സംഘകാല കൃതിയിൽ ഏറ്റവും പഴയ കൃതിയാണ് തോൽക്കാപ്പിയം. സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികളാണ് മെഗസ്തനീസ്, പ്ലീനി. സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികൾ മെഗസ്തനീസ്, പ്ലീനി. സംഘകാലത്തെ പ്രമുഖ കവികളാണ് പരണർ, കപിലർ. സംഘകാലത്തെ പ്രമുഖ കവികളാണ് പരണർ, കപിലർ. മടലേർ എന്നത് ഏതു ചടങ്ങുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു? വിവാഹം. വിവാഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ് മടലേറൽ. മടലേറൽ എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ പ്രാചീന പട്ടണങ്ങളെ ഇപ്പോഴത്തെ പേരും ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രാചീന പേരും ഇപ്പോഴത്തെ പേരും: നൗറ, കണ്ണൂർ. നൗറ, കണ്ണൂർ. മുസിരീസ്, കൊടുങ്ങല്ലൂർ. തിണ്ടീസ്, പൊന്നാനി. ബെറ്റിമിനി, കാർത്തികപ്പള്ളി. മാർത്ത, കരുനാഗപ്പള്ളി. ഒന്നുകൂടെ പറയാം: നൗറ, കണ്ണൂർ. മുസിരീസ്, കൊടുങ്ങല്ലൂർ. തിണ്ടീസ്, പൊന്നാനി. ബെറ്റിമിനി, കാർത്തികപ്പള്ളി. മാർത്ത, കരുനാഗപ്പള്ളി. മൗദാൻ, കരപ്പുറം, ചേർത്തല.
മൗദാൻ എന്നും കരപ്പുറം എന്നും പറയുന്നത് ചേർത്തലയാണ്. പൊർക്ക പുറക്കാട്, നെൽക്കിണ്ട നീണ്ടകര, റിപ്പോളിൻ ഇടപ്പള്ളി, ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി, ഹെർക്കില കാസർഗോഡ്, രാജേന്ദ്ര ചോള പട്ടണം വിഴിഞ്ഞം, പുറൈക്കിഴിനാട് വയനാട്, പുറേനാട് പാലക്കാട്, ബലിത വർക്കല. ഒന്നുകൂടെ പറയാം. മൗദാൻ കരപ്പുറം ചേർത്തല, പൊർക്ക പുറക്കാട്, നെൽക്കിണ്ട നീണ്ടകര, റിപ്പോളിൻ ഇടപ്പള്ളി, ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി, ഹെർക്കില കാസർഗോഡ്, രാജേന്ദ്ര ചോള പട്ടണം വിഴിഞ്ഞം, പുറൈക്കിഴിനാട് വയനാട്, പുറേനാട് പാലക്കാട്, ബലിത വർക്കല. ചേരവംശം. ചേര രാജവംശത്തിന്റെ തലസ്ഥാനം വാഞ്ചിയാണ്. ചേര രാജവംശത്തിന്റെ തലസ്ഥാനം വാഞ്ചി. തുറമുഖം മുസരീസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ. തുറമുഖം മുസരീസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ. പ്രശസ്തനായ രാജാവ് ചെങ്കുട്ടൻ, റെഡ് ചേരൻ എന്ന് അറിയപ്പെടുന്നു. ചേരവംശത്തിലെ പ്രശസ്തനായ രാജാവാണ് ചെങ്കുട്ടൻ, റെഡ് ചേരൻ. ഇനി ചോളവംശം. തലസ്ഥാനം. ചോള രാജവംശത്തിന്റെ തലസ്ഥാനം തഞ്ചാവൂർ ആണ്, തഞ്ചാവൂർ. തുറമുഖം കാവേരിപുരം, കാവേരിപുരമാണ് തുറമുഖം. ചോള സമയത്തെ പ്രസിദ്ധ കൃതി കമ്പയർ. ദക്ഷിണേന്ത്യൻ മുഴുവൻ കീഴടക്കിയ ചോള രാജാവാണ് രാജരാജ ചോളൻ. ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കിയ ചോള രാജാവാണ് രാജരാജ ചോളൻ. AD 1-ാം നൂറ്റാണ്ടിൽ കരിങ്കാലി ചോളൻ ആണ് ചോള സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. AD 1-ാം നൂറ്റാണ്ടിൽ കരിങ്കാലി ചോളനാണ് ചോള സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. കരിങ്കാലി ചോള രാജാവിൻ്റെ മരണത്തിന് ശേഷം ക്ഷയിച്ച ചോള ശക്തിയെ പുനഃസ്ഥാപിച്ചത് വിജയനാണ്. കരിങ്കാലി ചോള രാജാവിൻ്റെ മരണത്തിന് ശേഷം ക്ഷയിച്ചുപോയ ചോള ശക്തിയെ പുനഃസ്ഥാപിച്ചത് വിജയനാണ്. വിജയന്റെ കാലം മുതലാണ് പരകേസരി, രാജകേസരി എന്ന പേരുകളിൽ ചോളന്മാർ അറിയപ്പെട്ടു തുടങ്ങിയത്. വിജയന്റെ കാലം മുതലാണ് പരകേസരി, രാജകേസരി എന്നീ പേരുകളിൽ ചോളന്മാർ അറിയപ്പെട്ടു തുടങ്ങിയത്. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്നത് രാജേന്ദ്ര ചോളനാണ്. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്നത് രാജേന്ദ്ര ചോളനാണ്. രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ് ഗംഗൈ കൊണ്ട ചോളപുരം. രാജേന്ദ്ര ചോളൻ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ് ഗംഗൈ കൊണ്ട ചോളപുരം. ചോള ഭരണകാലത്തെ രണ്ടുതരം ഭരണസമിതിയായിരുന്നു ഊരും സഭയും. ചോള ഭരണകാലത്തെ രണ്ടുതരം ഭരണസമിതിയായിരുന്നു ഊരും സഭയും. ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവ ആയിരുന്നു. ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവ ആയിരുന്നു. ചോള രാജവംശത്തിലെ അവസാന രാജാവ് രാജാധിരാജ ചോളൻ. ചോള രാജവംശത്തിലെ അവസാന രാജാവാണ് രാജാധിരാജ ചോളൻ. ഇനി പാണ്ഡ്യരാജവംശം. പാണ്ഡ്യരാജവംശത്തിന്റെ തലസ്ഥാനം മധുര. പാണ്ഡ്യരാജവംശത്തിന്റെ തലസ്ഥാനം മധുര. നെടുംചേഴൻ ആയിരുന്നു സംഘകാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പാണ്ഡ്യരാജാവ്. നെടുംചേഴനായിരുന്നു സംഘകാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പാണ്ഡ്യരാജാവ്. പാണ്ഡ്യരാജവംശത്തിന്റെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യം. പാണ്ഡ്യരാജവംശത്തിലെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യം. ഇനി പല്ലവന്മാർ. തലസ്ഥാനം കാഞ്ചി. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചിയാണ്. പല്ലവ രാജവംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. പല്ലവ രാജവംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. അവസാന പല്ലവ രാജാവാണ് അപരാജിത വർമ്മ. അവസാന പല്ലവ രാജാവാണ് അപരാജിത വർമ്മ. മഹാബലിപുരത്തെ കൈലാസ ക്ഷേത്രം പണിതത് നരസിംഹൻ വർമ്മൻ. മഹാബലിപുരത്തെ കൈലാസ ക്ഷേത്രം പണിതത് നരസിംഹവർമ്മൻ രണ്ടാമനാണ്. നരസിംഹവർമ്മ രണ്ടാമനാണ് മഹാബലിപുരത്തെ കൈലാസ ക്ഷേത്രം പണിതത്. തുറമുഖം മഹാബലിപുരം. പല്ലവന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖമാണ് മഹാബലിപുരം. ഇനി ചാലൂക്യ വംശം. തലസ്ഥാനം വാതാപി. തലസ്ഥാനം വാതാപിയാണ്. സ്ഥാപകൻ ജയസിംഹൻ. ചാലൂക്യ വംശത്തിന്റെ സ്ഥാപകൻ ജയസിംഹൻ.
ചാലൂക്യ വംശത്തിലെ ശക്തനായ രാജാവാണ് പുലികേശി രണ്ടാമൻ. ചാലൂക്യ വംശത്തിലെ ശക്തനായ രാജാവാണ് പുലികേശി രണ്ടാമൻ. പുലികേശി രണ്ടാമനാണ് രണ്ടാമൻ്റെ രാജസദസ്സിലെ പ്രമുഖ കവിയായിരുന്നു രവികീർത്തി. പുലികേശി രണ്ടാമൻ്റെ രാജസദസ്സിലെ പ്രമുഖ കവിയായിരുന്നു രവികീർത്തി. ഇനി രാഷ്ട്രകൂട രാജവംശം. സ്ഥാപകൻ ദന്തിദുർഗൻ. സ്ഥാപകൻ ആരാണ്? ദന്തിദുർഗൻ. തലസ്ഥാനം മാൽഹട്ട്. തലസ്ഥാനം മാൽഹട്ട്. രാഷ്ട്രകൂട രാജവംശത്തിലെ പ്രമുഖ രാജാവാണ് അമോഘവർഷൻ. രാഷ്ട്രകൂട രാജവംശത്തിലെ പ്രമുഖ രാജാവാണ് അമോഘവർഷൻ. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം, എലിഫന്റ് ഗുഹയിലെ ദേവശില്പങ്ങൾ എന്നിവ നിർമ്മിച്ചത് രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്താണ്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം, എലിഫന്റ് ഗുഹയിലെ ദേവശില്പങ്ങൾ എന്നിവ നിർമ്മിച്ചത് രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്താണ്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണികഴിപ്പിച്ച രാഷ്ട്രകൂട രാജാവാണ് കൃഷ്ണൻ ഒന്നാമൻ. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണികഴിപ്പിച്ച രാഷ്ട്രകൂട രാജാവാണ് കൃഷ്ണൻ ഒന്നാമൻ. ഇനി സംഘകാലത്തെ യുദ്ധനൃത്തം കുരവൈ കൂത്ത്. സംഘകാലത്തെ യുദ്ധനൃത്തം കുരവൈ കൂത്ത്. സംഘകാലത്ത് സതി അറിയപ്പെട്ടിരുന്നത് ഉടന്തടിച്ചാട്ടം. സംഘകാലത്ത് സതി അറിയപ്പെട്ടിരുന്നത് ഉടന്തടിച്ചാട്ടം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.